എല്ലാ ദിവസവും മല കയറി സ്വാമിയുടെ അടുത്തേക്ക് എത്തുന്ന ഒരു കൊമ്പൻ. മുഴുവൻ സമയവും കോടമഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ടെമ്പിൾ. അത്രക്കും മനോഹരമാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ച. നമ്മുടെ ഇന്നത്തെ യാത്ര കർണാടകയിലെ ഗുണ്ടൽപെട്ടിലുള്ള ഗോപാലസ്വാമി ഹിൽസിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടുകാണി മുതൽ നല്ല അടിപൊളി സീനറി കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര. പ്രത്യേകിച്ച് ഈ മഴയുള്ള ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. പിന്നീട് മുകളിലേക്ക് കയറി പോകും തോറും കാഴ്ചയുടെ ഭംഗി ഒന്നുകൂടെ കൂടി വന്നു. പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളായി. അതും കോടമഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഈ ഒരു കാഴ്ച ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി മഴയും കൊണ്ടൊരു യാത്ര. എന്താ പറയാ, നല്ല അടിപൊളി ഫീലായിരുന്നു. അങ്ങനെ മുതുമലൈ ഫോറസ്റ്റ് എത്തിയപ്പോൾ മഴയോ മഞ്ഞോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വൈകുന്നേരം തിരിച്ചു പോന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഈ ഒരു ക്ലൈമറ്റില് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് അനിമൽ സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് മാൻകൂട്ടങ്ങളും കാട്ടുകളെയൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ക്ലൈമറ്റ് കൂടെയാണിത്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിഞ്ഞ് നമുക്ക് ആദ്യം കിട്ടുന്ന സൈറ്റാണിത്. നല്ല ഓറഞ്ച് കളറിലെ ചെണ്ടുമല്ലിയും മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തിയും. ഇതൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയോ. ഗുണ്ടൽപെട്ടിലെ ഈ മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ വേഗം വിട്ടോ, കാരണം സൂര്യകാന്തിയൊക്കെ പലയിടത്തും ഇതള് കൊഴിഞ്ഞ് പാകമായിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ കാണുന്നത് കണ്ണെത്താ ദൂരത്തോളം പച്ച വിരിച്ചു കിടക്കുന്ന പച്ചക്കറി തോട്ടങ്ങളാണ്. ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ് കൃഷിയാണ്. ഇതുകൂടാതെ തക്കാളി, പയറ്, അങ്ങനെ ഒരുപാട് കൃഷികൾ നമുക്ക് ഇവിടെ കാണാം. പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. ദൂരെ നിന്ന് കണ്ടപ്പോൾ നല്ല മനോഹരമായി തോന്നി. മഴ പെയ്ത് പാടത്തെ വെള്ളം നിറഞ്ഞ് ഒരു തടാകം പോലെ രൂപപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഗോപാലസ്വാമി ഹിൽസിലേക്കാണ്. ഗൂഡല്ലൂരിൽ നിന്നും വരുമ്പോൾ ഈ കവാടത്തിനടുത്തുള്ള റോഡിലൂടെ 2 കിലോമീറ്റർ നമുക്ക് നമ്മുടെ വാഹനത്തിൽ പോകാം. അവിടുന്ന് അങ്ങോട്ട് കർണാടക RTCയിലാണ് നമ്മുടെ യാത്ര. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പാത സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായ ഒരു റൂട്ടാണ്. ഈ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് സൂര്യകാന്തി തോട്ടവും ചെണ്ടുമല്ലിയൊക്കെ കാണാം. പക്ഷെ ഇവിടെയുള്ള സൂര്യകാന്തി ചെടികൾ തീരെ വലുപ്പം കുറവാണ്. അങ്ങനെ നമ്മൾ ഗോപാലസ്വാമി ഹിൽസിലേക്കുള്ള കവാടത്തിനടുത്തെത്തി. ഇവിടെ ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ കർണാടക RTCയിലാണ് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര. അങ്ങനെ ബസ്സിനകത്ത് കയറി വിൻഡോ സീറ്റിൽ തന്നെ ഇടം പിടിച്ചു. ഇനി അങ്ങോട്ട് ഫോറസ്റ്റിനകത്ത് കൂടെയാണ് യാത്ര, അതും കർണാടകയുടെ ആനവണ്ടിയിൽ. മുകളിലേക്ക് എത്തുന്തോറും ക്ലൈമറ്റൊക്കെ ആകെ മാറി വന്നു. പിന്നീട് അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത കോടയും തണുത്ത കാറ്റും ചെറിയ ചാറ്റൽ മഴയും അങ്ങനെ അടിപൊളി ക്ലൈമറ്റായി മാറി. അങ്ങനെ ഈ വൈബൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ മുകളിലേക്ക് എത്തി. ഞാൻ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ടെമ്പിളിനകത്തേക്കുള്ള കവാടം. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു ടെമ്പിളിന്. 14-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ കാലത്താണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സെൻട്രലാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷനാണ് എന്നും വൈകുന്നേരം വരുന്ന ഒരു കാട്ടുകൊമ്പൻ. വൈകുന്നേരം 5 മണിക്കാണ് ടെമ്പിൾ ക്ലോസ് ചെയ്യുന്നത്. വൈകുന്നേരം വരുന്ന കാട്ടുകൊമ്പൻ ഇവിടെ നിന്നും വെള്ളം കുടിച്ച് ഇവിടെ തന്നെ വിശ്രമിച്ച് രാവിലെയാണ് കാട്ടിലേക്ക് തിരിച്ചു പോകാറ്.
ഇടക്കൊന്ന് കോട മാറിയപ്പോൾ ടെമ്പിളിന് ചുറ്റുമുള്ള ഈ ഒരു വ്യൂ അതൊരു അപാര കാഴ്ച തന്നെയായിരുന്നു. ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും മൈസൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ ഗുണ്ടൽപേട്ട് പോകുമ്പോഴോ ഈ ഒരു ലൊക്കേഷൻ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ. രാവിലെ 8:30 മുതൽ 4 മണി വരെയാണ് എൻട്രി ടൈം. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 70 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ. അത് ബസ്സുകൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരു ബസ്സിൽ കയറി ഇവിടെ മൊത്തം കണ്ട് കറങ്ങി അടുത്ത ബസ്സിൽ തിരിച്ചു പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി തോട്ടവും ഈ മനോഹരമായ ഗോപാലസ്വാമി ഹിൽസിലെ ക്ലൈമറ്റൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ വേഗം വിട്ടോ. ഇപ്പം നല്ല ക്ലൈമറ്റും അടിപൊളി കാഴ്ചകളുമാണ്. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.